നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ SSCRT 10 മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാക്കി ഇനിയും ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ 10 മിനിറ്റ് സീരീസ് SSCRT ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. കോൾ ലീനിയേഴ്സിൻ്റെ വർഗീകരണ ശാസ്ത്രത്തിലെ 7 തലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അതിനുശേഷം ഈ ഭാഗം കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് 7 തലങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കിങ്ഡം അനിമേലിയ എന്ന ഒരു തലമുണ്ട് അല്ലേ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഒരു തലമാണ് ഏത്? കിങ്ഡം അനിമേലിയ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ കിങ്ഡം അനിമേലിയ എന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നട്ടെല്ലുള്ള ജീവികൾ. നട്ടെല്ലുള്ള ജീവികൾ ഉൾപ്പെടുന്നത് ഫൈലം കോർഡേറ്റ എന്ന തലത്തിലാണ്. നട്ടെല്ലുള്ളവ ഉൾപ്പെടുന്നത് ഫൈലം കോർഡേറ്റ എന്ന തലത്തിലാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നവ അല്ലെ, നട്ടെല്ലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നത് ക്ലാസ് മമേലിയ എന്ന തലത്തിലുള്ളവരാണ്. ആരാണ്? ക്ലാസ് മമേലിയ എന്ന തലത്തിലെ ജീവികളാണ് നട്ടെല്ലുള്ളവയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടുകയും ചെയ്യുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന അതേ സ്വഭാവ സവിശേഷതയോടൊപ്പം തന്നെ മാംസം കടിച്ചു കീറുന്ന പല്ലുള്ള സസ്തനികൾ ഏത് വിഭാഗത്തിലാണ് വരിക? ഓർഡർ കാർണിവോറ അല്ലെ. ഓർഡർ കാർണിവോറ എന്ന തലത്തിലാണ് വരിക. കുഞ്ഞുങ്ങളെ പാലൂട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ മാംസം കടിച്ചു കീറുന്ന തരം പല്ല് അല്ലെ, ഉളിപ്പല്ലുകളൊക്കെയുള്ള ജീവികളായിരിക്കും. ഇനി അടുത്തത് മാംസം കടിച്ചു കീറുന്ന പല്ലുള്ള ആ സ്വഭാവത്തോടൊപ്പം കാലിൽ ഉൾവലിയുന്ന നഖങ്ങൾ. നമ്മൾ പൂച്ചയുടെ ഒക്കെ നഖം ശ്രദ്ധിച്ചിട്ടില്ലേ? കാലിൽ ഇങ്ങനെ ഉൾവലിയുന്ന, ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്ന നഖങ്ങളുള്ള ജീവികൾ വരുന്നത് ഫാമിലി ഫെലിഡേ എന്ന സ്പീഷീസിലാണ്. ഇതിലാണ് ഫാമിലി ഫെലിഡേ അല്ലെ. ഫാമിലി ഫെലിഡേയിലാണ് ആരുൾപ്പെടുന്നത്? കാലിൽ ഉൾവലിയുന്ന നഖങ്ങളുള്ള ജീവികൾ ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് ചെറിയ ശരീരവുമായിരിക്കും, എന്നാൽ ഗർജിക്കാത്ത ജീവികളായിരിക്കും. അതോടൊപ്പം തന്നെ കാലിൽ ഉൾവലിയുന്ന നഖങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഉൾപ്പെടുന്നത് ജീനസ് ഫെലിസ് എന്ന വിഭാഗത്തിലാണ്. ഇതിലാണ് പെടുക. ജീനസ് ഫെലിസ് എന്ന വിഭാഗത്തിലാണ് കാലിൽ ഉൾവലിയുന്ന നഖങ്ങളും അതോടൊപ്പം ചെറിയ ശരീരവും എന്നാൽ ഗർജിക്കാത്തതുമായ ജീവികളൊക്കെ ഉൾപ്പെടുന്നത്. ഇനി ഇതോടൊപ്പം ഈ ചെറിയ ശരീരവും ഗർജിക്കാത്ത സ്വഭാവവും അതോടൊപ്പം തന്നെ പൂച്ചയുടെ തനത് സവിശേഷതകൾ കൂടി ഉൾപ്പെടുന്ന ജീവികൾ ഉൾപ്പെടുന്നത് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന വിഭാഗത്തിലാണ്. സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന വിഭാഗത്തിലാണ് ആരുൾപ്പെടുന്നത്? പൂച്ചയുടെ തനത് സവിശേഷതകളുള്ള ജീവികൾ ഉൾപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. കിങ്ഡം അനിമേലിയാണ് എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന വിഭാഗം. പിന്നെ നട്ടെല്ലുള്ളവ ഫൈലം കോർഡേറ്റ എന്ന ജീവി വിഭാഗത്തിലാണ് പെടുക. അതോടൊപ്പം നട്ടെല്ലിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടുകയും ചെയ്യുന്നവ ക്ലാസ് മമേലിയ എന്ന വിഭാഗത്തിൽ പെടുന്നു. പിന്നെയോ മാംസം കടിച്ചു കീറുന്ന പല്ലുള്ള സസ്തനികൾ ഓർഡർ കാർണിവോറ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. കാലിൽ ഉൾവലിയുന്ന നഖങ്ങളുള്ളവ ഫാമിലി ഫെലിഡേ അല്ലെ. പിന്നെ ചെറിയ ശരീരവും ഗർജിക്കാത്തതുമായ ജീവികളൊക്കെ ജീനസ് ഫെലിസ് എന്ന വിഭാഗത്തിലും പൂച്ചയുടെ തനത് സവിശേഷതകളുള്ളവ സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന വിഭാഗത്തിലുമാണ് പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ നട്ടെല്ലുള്ളവയൊക്കെ PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും നമുക്കെങ്ങാനും ചോദിച്ചാലോ, അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ. കേരളത്തിൽ സസ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ ഒരു പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് മലബാറിന്റെ ഉദ്യാനം. ഇതൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. അതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1678 ടു 1693. 1678 മുതൽ 1693 വരെയാണ്
ഈ ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാനെടുത്ത കാലഘട്ടം അതൊന്ന് ഓർമ്മിച്ചു വെക്കണം. എത്ര വാല്യങ്ങളിലായാണ് ഈ പുസ്തകം ഉള്ളത് എന്ന് ചോദിച്ചാൽ 12 വാല്യങ്ങളിലായിട്ടാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. എത്ര വാല്യങ്ങളാണ്? 12 വാല്യങ്ങൾ. ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വെക്കണം. എവിടെയാണ്? മലബാറിൻ്റെ ഉദ്യാനം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സസ്യഗ്രന്ഥമാണ്. പിന്നെ ലാറ്റിൻ ഭാഷയിലാണ്. 1678 ടു 1693 വരെയാണ് അതിൻ്റെ കാലഘട്ടം. 12 വാല്യങ്ങളിലായി രചിക്കപ്പെട്ടത് ആംസ്റ്റർഡാമിൽ വെച്ചാണ്. ഇതിൽ എവിടെയാണ് ആംസ്റ്റർഡാം? നെതർലാൻഡിലാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് അറിയാമോ? അഡ്മിറൽ വാൻഡ്രേഡ് ആണ്. ഇതൊക്കെ PSC പലതവണ ചോദിച്ചതാണ്. അഡ്മിറൽ വാൻഡ്രേഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ഈ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട് അല്ലെ? ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യരും രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട് എന്നീ ഈ 4 പേരാണ് ഈ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി അഡ്മിറൽ വാൻഡ്രേഡിനെ സഹായിച്ചത്. ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട്. അപ്പോൾ ഇത് 4ഉം പഠിച്ചു വെക്കണം. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ചവരാരൊക്കെ, അല്ലെങ്കിൽ അതിൽ പെടാത്തത് എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4 പേരെയും നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെയോ മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലുള്ള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ്. അപ്പോൾ ഏതാണ് അത്? ആ വേർഡ് എന്നറിയാമോ? തെങ്ങ് എന്ന പദം അല്ലേ? തെങ്ങ് എന്ന പദമാണ് ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ചത്. അത് ഏത് പുസ്തകത്തിലാണ്? ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ്. അത് ഈ ടെക്സ്റ്റിലില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞാണ്. തെങ്ങ് എന്ന ഒരു പദമാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ചത്. അപ്പോൾ അത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവിനെ പഠിച്ചു അല്ലെ? കോൾ ലിനിയസ്. അപ്പോൾ ഈ കോൾ ലിനിയസിനെ വളരെയധികം സ്വാധീനിച്ച ഒരു സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. അതൊന്ന് ഓർത്തു വെച്ചോളൂ. കോൾ ലിനിയസിനെ വളരെയധികം സ്വാധീനിച്ച സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പഠിക്കാനുള്ളത് നമുക്ക്. അപ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ ആ പുസ്തകത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ PSC പരീക്ഷകളിലാണെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗവുമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന്റെ ആ ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. അഡ്മിറൽ വാൻഡ്രേഡ് ആണ് നേതൃത്വം നൽകിയത്. പിന്നെ 4 പേരിൽ ഇട്ടി അച്യുതൻ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട് എന്നിവരാണ് അതിന് സഹായിച്ചത്. മലയാള ലിപികൾ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമാണ്. കോൾ ലിനിയസിനെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ 10 മിനിറ്റ് സീരീസിലൂടെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. എക്സാം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനും സാധിക്കും. പെട്ടെന്ന് ഇനിയിപ്പോൾ റിവിഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അത് ഹൃദിസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത 10 മിനിറ്റ് സീരീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.